റീബൂട്ട് ചെയ്ത് പുതിയ യൂണിവേഴ്സ് തുടങ്ങിയ DC-ക്ക് രണ്ടാമത്തെ സിനിമ തന്നെ തിരിച്ചടിയെ മാറിയിരിക്കുകയാണ്. സൂപ്പർമാന് കിട്ടിയ പോലൊരു റിസപ്ഷൻ പ്രതീക്ഷിച്ചിടത്ത് അടി പതറുകയാണ് സൂപ്പർ ഗേളിന്. ഹോളിവുഡിൽ ക്ലിക്ക് ആകാതെ പോകുന്ന വുമൺ സെൻട്രിക് സൂപ്പർ ഹീറോ ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്കുള്ള ലേറ്റസ്റ്റ് എൻട്രി. ഓട്ടം നിർത്തുമ്പോൾ ഏകദേശം 100 മില്യൻ്റെ നഷ്ടമാകും സിനിമയ്ക്കുണ്ടാവുകയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എത്തുന്നത് മിനിയൻസ് മുതൽ സ്പൈഡർമാൻ വരെയുള്ള ബിഗ്ഗീസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഹോൾഡ് പോലും DC ചിത്രത്തിന് നിലനിർത്താനായേക്കില്ല. ഓപ്പണിംഗ് വീക്കെൻഡിൽ $50 മില്യൺ മുകളിൽ പ്രതീക്ഷിച്ചിടത്ത് സൂപ്പർ ഗേൾ ഡൊമസ്റ്റിക്കലി നേടിയത് 38 മില്യൺ അടുത്താണ്. ഗ്ലോബലി 63 മില്യൺ അടുത്തു. കഴിഞ്ഞ വർഷം സൂപ്പർമാൻ നേടിയതിൻ്റെ പകുതി പോലും ഇല്ലെന്ന് സാരം. ഡേവിഡ് കോറൻസൈറ്റ് നായകനായ ചിത്രം 125 മില്യൺ ഡൊമസ്റ്റിക്കലിയും 220 മില്യൺ ഗ്ലോബലിയും ഓപ്പണിംഗ് വീക്കെൻഡിൽ സ്വന്തമാക്കിയിരുന്നു. ജൂൺ 19 പുറത്തിറങ്ങി സെക്കൻഡ് വീക്കിൽ 70 മില്യൺ മുകളിൽ നേടിയ ടോയ് സ്റ്റോറി 5 പിന്നിൽ രണ്ടാമതാണ് സൂപ്പർ ഗേളിൻ്റെ സ്ഥാനം. DC സ്റ്റുഡിയോസ് നിർമ്മിച്ച് വാർണർ ബ്രദേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമയുടെ ബജറ്റ് ഏകദേശം 170 മില്യൺ ആണ്. ഇത് കൂടാതെ $120 മില്യൺ മാർക്കറ്റിങ്ങിനും ചെലവായെന്നാണ് റിപ്പോർട്ട്. ഇത്രയും വലിയൊരു സ്കെയിലെത്തുന്ന സിനിമ ബ്രേക്ക് ഈവൻ ആകാൻ തന്നെ മിനിമം 375 മില്യണോളം വേണ്ടിവരും. 300 മില്യണാണ് സിനിമയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന കണക്ക്. നിലവിലെ ഹോൾഡ് തുടർന്നാൽ ഡൊമസ്റ്റിക്കലി 100 മില്യണും ഗ്ലോബലി 200 മില്യണും നേടുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ഏകദേശം $100 മില്യൺ ആകും സിനിമയുടെ നഷ്ടം. 90 മില്യൺ ബജറ്റിലെത്തി 23 മില്യൺ നേടിയ ദ ബ്രൈഡിന് ശേഷം ഇക്കൊല്ലത്തെ രണ്ടാമത്തെ പരാജയ ചിത്രമാണ് വാർണർ ബ്രദേഴ്സിന് സൂപ്പർ ഗേൾ. തുടർ പരാജയങ്ങളും കൺസിസ്റ്റൻസി ഇല്ലാത്തതുമായിരുന്നു DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് അവസാനിപ്പിക്കാനുള്ള കാരണം. ജെയിംസ് ഗണ്ണിൻ്റെ മേൽനോട്ടത്തിൽ പുതിയ യൂണിവേഴ്സ് വന്നപ്പോൾ DC ഫാൻസ് ഒന്ന് സന്തോഷിച്ചു. സൂപ്പർമാൻ്റെ വൻ വിജയം അതിൻ്റെ മാറ്റുകൂട്ടി. സൂപ്പർ ഹീറോ ഓണറുകളിലെത്തുന്ന സിനിമകൾക്ക് നിറം മങ്ങുന്നുവെന്ന സംസാരത്തിനിടെ എത്തിയ സൂപ്പർമാൻ നേടിയത് 600 മില്യൺ മുകളിലാണ്. ഇത് DC-ക്ക് പുതുജീവൻ നൽകി. അന്ന് ക്യാമിയോ റോളിലെത്തിയ മില്ലി ആൽകോക്കിൻ്റെ സൂപ്പർ ഗേളാണ് ഫ്രാഞ്ചൈസിയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് അനൗൺസ് ചെയ്തു. ഇപ്പോൾ ആ സിനിമ പരാജയം നുണഞ്ഞിരിക്കുന്നു. വീക്കായ തിരക്കഥയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ഇമോഷൻസ് കണക്റ്റ് ആകാതെ പോയതും ക്ലീഷേ സ്റ്റോറി ലൈനുമെല്ലാമാണ് സിനിമയുടെ നെഗറ്റീവ്സ് എന്നാണ് അഭിപ്രായം. അധികം പോപ്പുലർ അല്ലാത്ത സൂപ്പർ ഹീറോ ക്യാരക്ടറുകൾക്ക് പ്രേക്ഷകർ അത്ര പ്രാധാന്യം നൽകില്ലെന്ന വിലയിരുത്തലും വീണ്ടും ഇതോടെ ശക്തിപ്പെടുന്നുണ്ട്. ജെയിംസ് വാറ്റ്കിൻസ് സംവിധാനം ചെയ്യുന്ന ക്ലേഫേസ് ആണ് അടുത്തതായെത്തുന്ന DC ചിത്രം. അടുത്ത വർഷം സൂപ്പർമാൻ്റെ മാൻ ഓഫ് ടുമാറോയും തിയേറ്ററുകളിലെത്തും. അതേസമയം മാർവൽ ഗംഭീര തിരിച്ചുവരവ് നടത്തി DC-യേക്കാൾ ഒരുപാട് മുന്നിലാണ്. ജൂലൈയിലെത്തുന്ന സ്പൈഡർമാന് നിലവിൽ വൻ ഹൈപ്പാണ്. ഡിസംബറിൽ ഡൂംസ്ഡേയും എത്തും. ഇക്കൊല്ലം ഇറങ്ങിയ ഹോളിവുഡ് സിനിമകളിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് ദ സൂപ്പർ മാരിയോ ഗാലക്സി മൂവിക്കാണ്. 1 ബില്യൺ ക്ലബ്ബ് ക്രോസ് ചെയ്ത ഏക സിനിമയും ഇതാണ്. 900 മില്യൺ മുകളിൽ നേടിയ മൈക്കിൾ, 600 മില്യൺ മുകളിൽ നേടിയ പ്രൊജക്ട് ഹെയിൽ മേരി എന്നിവയാണ് 2-3 സ്ഥാനങ്ങളിൽ. നോളൻ്റെ ഒഡീസി, സ്പൈഡർമാൻ, അവഞ്ചേഴ്സ്, ഡ്യൂൺ തുടങ്ങിയ വൻ സിനിമകൾ ഇനിയും വരാൻ കിടക്കുന്നു. ഇവയിൽ ഏതെങ്കിലും 1 ബില്യൺ ക്ലബ്ബ് ക്രോസ് ചെയ്ത് സൂപ്പർ മാരിയോയെ കടത്തിവെട്ടിയേക്കും. സൂപ്പർമാൻ അടുത്ത കൊല്ലമെത്തി DC-ക്ക് ഇപ്പോഴുണ്ടായ ക്ഷീണം തീർക്കുമെന്നും പ്രതീക്ഷിക്കാം.